ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പോൾ കഴിഞ്ഞ ഒരു കേട്ടറ്റ് എക്സാമിന് ശേഷം കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത കേട്ടറ്റ് എക്സാം ഇനി എന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വരുന്ന ജൂണിലെ അടുത്ത ഒരു കേട്ടറ്റ് എക്സാം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കേട്ടറ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതുവരെയും അതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഉടനെ തന്നെ നമ്മുടെ പരീക്ഷാ ഭവൻ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയും കാര്യങ്ങളൊക്കെ വന്നു. നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കുറച്ച് മാർക്കിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർ അടുത്ത ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് നമുക്ക് കേട്ടറ്റിന് കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് കേട്ടറ്റിൻ്റെ സിലബസ് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അടുത്ത കേട്ടറ്റ് എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് കേട്ടറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ സൈലം ടീച്ചിങ് എക്സാംസ് പുതിയ കേട്ടറ്റ് ബാച്ച് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. കേട്ടറ്റ് കാറ്റഗറി 1നും കേട്ടറ്റ് കാറ്റഗറി 2വിനുമാണ് നമ്മൾ പുതിയതായിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഏപ്രിൽ 8 മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. റെക്കോർഡഡ് ബാച്ചാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീക്കിലി ലൈവ് ക്ലാസ്സുകളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മന്ത്ലി മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ മോക്ക് ടെസ്റ്റിന് ഒരു പ്രത്യേകത എന്താണെന്ന്. കറക്റ്റായിട്ട് ഒരു എക്സാം എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനെയും കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റ് വഴി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അടുത്ത ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിന് നിങ്ങളോടൊപ്പം സൈലം ഉണ്ടായിരിക്കും. കേട്ടറ്റ് കാറ്റഗറി 1ന് 1499 രൂപയും കേട്ടറ്റ് കാറ്റഗറി 2വിന് 1999 രൂപയുമാണ് ഫീസായിട്ട് വരുന്നത്. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ ആരംഭിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ എന്തോരം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ചില കുട്ടികളുണ്ട് കേട്ടറ്റ് എക്സാം അല്ലേ വളരെ എളുപ്പമുള്ള കാര്യമാണ്, നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റും, നമ്മൾ BEd കഴിഞ്ഞവരാണ്, DLEd കഴിഞ്ഞവരാണ്, നമുക്കിതൊക്കെ അറിയാം എന്നുള്ള ധാരണയിലിരിക്കുന്ന കുറേയധികം കുട്ടികളുണ്ടായിരിക്കും. നമ്മൾ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ടീച്ചർ ആവുക എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യത്തെ ഒരു പടിയാണ് കേട്ടറ്റ് ക്വാളിഫൈ ആകുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക. എനിക്കെല്ലാം അറിയും എന്നുള്ളൊരു ധാരണ വിട്ട് എനിക്കറിയാത്ത കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ പഠിക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലെവല് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. സ്ത്രീകൾ എന്താണ്, പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഇത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിലെ പല പല ആളുകളും നമ്മൾ തന്നെ പറയുന്നത് കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്, അവർക്ക് ശാരീരികപരമായിട്ട് കുറച്ച് ക്ഷമത കുറഞ്ഞവരാണ്. ആണുങ്ങളാണെങ്കിൽ അവരെന്താണ്, അവർക്ക് ശാരീരിക ക്ഷമത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവന ഏത് കോൺസെപ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്? ലിംഗവിവേചനം, ലിംഗഭേദം, ലിംഗസ്ഥിര രൂപം, ലിംഗസമത്വം. ഇവിടെ എന്താണ്, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കണക്കുകൂട്ടലാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലേ. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ എന്താണ്, എല്ലാവരും ഒരുപോലെയല്ല എന്നുള്ള കാര്യമല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ്, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെയാണ്. അപ്പോൾ ഇത് ഏത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ലിംഗ സ്ഥിര രൂപം, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്.
നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 1-ൻ്റെയും കാറ്റഗറി 2-ൻ്റെയും ഒക്കെ ആണെങ്കിലും സിലബസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ സൈക്കോളജിയിൽ നമ്മൾ കാണുന്ന ഒരു ടോപ്പിക്കാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബയാസ്, ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അപ്പം നമ്മൾ പറഞ്ഞു ലിംഗ സ്ഥിരരൂപം. അതായത് ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രത്യേക ലിംഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഒരു ജനറലൈസേഷൻ. ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ അവരിങ്ങനെയാണ്, പെൺകുട്ടികളാണെങ്കിൽ അവരിങ്ങനെയാണ് എന്നുള്ള സൊസൈറ്റിയുടെ ഒരു ഓവർ ജനറലൈസേഷനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. പെൺകുട്ടികളാണെങ്കിൽ അവരിങ്ങനെയാണ് നടക്കേണ്ടത്, ആൺകുട്ടികളാണെങ്കിൽ അവർ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യാറുണ്ട്? ഓവർ ജനറലൈസേഷൻസ് നടത്താറുണ്ട്. പൊതുവായിട്ട് അവരിങ്ങനെ പറയാറുണ്ട്. അതാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രമേശ് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി സംഗീത മത്സരത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. രമേശിന്റെ ഈ പ്രവൃത്തി ഏത് പ്രതിരോധ തന്ത്രമാണ്? ഡിഫൻസ് മെക്കാനിസം അല്ലേ? പ്രതിരോധ തന്ത്രം. എന്താണ് ഈ പ്രതിരോധ തന്ത്രം എന്ന് പറയുന്നത്? എന്തിനെയോ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തന്ത്രങ്ങളാണ് പ്രതിരോധ തന്ത്രം അല്ലേ? അത് വാക്കുന്ന തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിനു വേണ്ടി അൺകോൺഷ്യസ്ലി നമ്മൾ എടുക്കുന്ന ചില ടെക്നിക്സ് ഉണ്ട്. അതാണ് ഈ പ്രതിരോധ തന്ത്രം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ എടുക്കുന്ന ചില തന്ത്രങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ഡിഫൻസ് മെക്കാനിസം ആണ്, ഇത് നമുക്ക് പഠിക്കാനായിട്ട് വരും എന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും കേട്ടറ്റ് എക്സാമിന് പഠിച്ചു തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എടുത്ത വഴിക്ക് നിങ്ങൾ എന്താ പറയാ? കേട്ടറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പഠിക്കുന്നേ? ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാതിരിക്കുന്നത് നിങ്ങളുടെ പരാജയത്തിന്റെ ഒരു തുടക്കമാണ്. അത് നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇല്ല. ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. ഇതെന്താണ്? ഒരു ന്യായീകരണം നിങ്ങൾ അവിടെ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തന്ത്രങ്ങളെയാണ് നമ്മൾ പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റും നമ്മുടെ സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഏകദേശം 21ഓളം പ്രതിരോധ തന്ത്രങ്ങളാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? രമേശ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവന്റെ പ്രത്യേകത എന്താണ്? അവൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നയാളാണ്. പക്ഷെ മൂപ്പർക്ക് എന്തു വേണം? മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. സോ അവൻ എന്ത് ചെയ്യുന്നു? അവന് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം. അങ്ങനെ മൂപ്പര് സംഗീത മത്സരത്തിൽ പങ്കെടുക്കുന്നു. അവിടെ അവൻ നന്നായിട്ട് പാട്ട് പാടുന്നു. എല്ലാവരും അവനെ അംഗീകരിക്കുന്നു. ഇതൊരു തരത്തിൽ പ്രതിരോധ തന്ത്രമാണ്. ഈ പ്രതിരോധ തന്ത്രത്തെയാണ് നമ്മൾ അനുപൂരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഒരു മേഖലയിൽ ഒരു വ്യക്തിക്കില്ലാത്ത കഴിവുകേട് മറ്റൊരു മേഖലയിലെ കഴിവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യുന്നു. അതാണ് അനുപൂരണം എന്ന് പറയുന്ന ഒരു തന്ത്രം. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ പാട്ട് പാടാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ പാട്ട് പാടാനായിട്ട് നമ്മൾക്ക് അറിയുന്നില്ല, നമുക്ക് അങ്ങനെ ആരും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കല്ലേ ചെയ്യുക. മറിച്ച് എന്താണ്, എനിക്കാന്നൊരു ഡാൻസ് കളിക്കാൻ അറിയാം, ഞാൻ എന്ത് ചെയ്യും? ഞാൻ നല്ല രീതിയിൽ ഡാൻസ് കളിക്കും. അപ്പം എൻ്റെ ഡാൻസ് കണ്ട ആൾക്കാർ എന്ത് ചെയ്യും? എന്നെ അംഗീകരിക്കും. ഒന്നില്ലെങ്കിൽ എനിക്ക് വേറൊന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. ഇവിടെ പ്രക്ഷേപണം, യുക്തീകരണം, ഉദാത്തീകരണം ഇതെല്ലാം തന്നെ എന്താണ്? ഇതെല്ലാം തന്നെ പ്രതിരോധ തന്ത്രങ്ങളാണ്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട പോർഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും അവയുടെ ഉദ്ദേശങ്ങളും ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മനഃശാസ്ത്ര ഗവേഷണ ഉദ്ദേശങ്ങളും അതിൻ്റെ ഉപാധികളുമാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ സഞ്ചിത രേഖ, കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്നു. ഓപ്ഷൻ ബി ഉപാഖ്യാന രേഖ,
കുട്ടിയുടെ സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തുന്നു. ഓപ്ഷൻ സി പ്രക്ഷേപണ രീതി, അബോധ മനസ്സിലെ വികാരങ്ങൾ അപഗ്രഥിക്കുന്നു. ഓപ്ഷൻ ഡി ക്രിയാഗവേഷണം, ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നു. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണങ്ങള്, തന്ത്രങ്ങള്, രീതികള്, ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 1നും കേട്ടിട്ട് കാറ്റഗറി 2വിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു 30 മാർക്ക് വളരെ ഈസിലി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ്, അതിന് ശരിയായിട്ടുള്ള മീനിങ് എന്താണ്, ആ ഒരു ആശയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം വന്നു കഴിഞ്ഞാലും ഇൻഡയറക്റ്റ് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ 30 മാർക്ക് നമുക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇവിടെ വായിച്ചു കഴിഞ്ഞോ ഏതൊക്കെയാണ് നമ്മുടെ ഗവേഷണ ഉദ്ദേശങ്ങളും അതിനുള്ള ഉപാധികളും. ആദ്യത്തേത് എന്താണ്, സഞ്ചിത രേഖ. ഇതില് ഒരു ജോഡി മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം തന്നെ എന്താണ്, തെറ്റായിട്ടുള്ള ജോഡിയാണ്. അപ്പൊ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും, സഞ്ചിത രേഖ അല്ലെ. സഞ്ചിത രേഖ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡാണ്. സഞ്ചി നമ്മൾ എന്തിനു ഉപയോഗിക്കുക, നമ്മളൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എവിടേക്ക് ഇടും, ഒരു സഞ്ചിയിലേക്ക് പെറുക്കിയിടും അല്ലേ. അപ്പൊ സഞ്ചി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവന്റെ to Z ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് സഞ്ചിത രേഖയിലാണ്. അപ്പൊ സഞ്ചിത രേഖ എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്നു. അത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. ഇനി ഉപാഖ്യാന രേഖ എന്ന് പറയുമ്പോൾ അനക്ഡോട്ടൽ റെക്കോർഡാണ്. സഞ്ചിത രേഖയുടെ അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മാറിപ്പോകുന്ന 2 കാര്യമാണ് സഞ്ചിത രേഖയും ഉപാഖ്യാന രേഖയും. അപ്പൊ ഈ ഉപാഖ്യാന രേഖയിൽ നമ്മൾ എഴുതുന്ന ഇത്രയേ ഉള്ളൂ, പ്രത്യേക സംഭവങ്ങളും അതിനോടുള്ള കുട്ടികളുടെ പ്രതികരണവും. ക്ലാസ്സില് അതുലും രമേഷും കൂടെ വഴക്കുണ്ടാക്കുന്നു, അതാണ് നമ്മുടെ സംഭവം. ഈ സംഭവത്തിനോട് എല്ലാ കുട്ടികളും ഒരേപോലെ ആവില്ല പ്രതികരിച്ചിട്ടുണ്ടാവുക, എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ക്ലാസ്സിലെ അനാമിക എന്ന് പറയുന്ന കുട്ടി ഇങ്ങനെ ഒരു വഴക്ക് കണ്ടപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്തു, ടീച്ചറെ വിളിച്ചു കൊണ്ടുവന്നു. വേറെ ചില കുട്ടികൾ ചേർന്ന് ഇവർ 2 പേരെയും മാറ്റാനായിട്ട് നോക്കി. വേറെ ചിലർ ഇതൊന്നും അറിയാതെ അവരെന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള ബിസിനസ് അവർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇത്തരത്തില് ഓരോ സംഭവത്തിനോടും കുട്ടികൾ പ്രതികരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെ എഴുതി വെക്കുന്നത്, നമ്മുടെ ഉപാഖ്യാന രേഖയിൽ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപാഖ്യാന രേഖയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടില്ല, ഒരു കുട്ടീനെ കുറിച്ചുള്ള A to Z ഡീറ്റെയിൽസ് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പരിശോധിക്കണം, സഞ്ചിത രേഖ പരിശോധിക്കണം. ഇനി പ്രക്ഷേപണ രീതി. എന്താണ് പ്രക്ഷേപണ രീതി? നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുള്ളത് അബോധ മനസ്സിലെ വികാരങ്ങൾ അപഗ്രഥിക്കുന്നു. പ്രക്ഷേപണ രീതിയാണ് നമ്മൾ മനുഷ്യന്മാരുടെ അബോധ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് എത്രയൊക്കെ ആണെങ്കിലും ആരൊക്കെ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും പുറത്ത് പറയാത്ത ചില കാര്യങ്ങൾ, ചില രഹസ്യങ്ങൾ ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും. നമ്മൾ എത്രയൊക്കെ കുത്തി ചോദിച്ചു കഴിഞ്ഞാലും, എത്രയൊക്കെ നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ള അബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെടില്ല, പുറത്തേക്ക് വരില്ല. അപ്പൊ അങ്ങനെ അബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, പ്രക്ഷേപണ രീതികൾ ഉപയോഗിക്കുന്നത്. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ എവിടെ വരുന്നുണ്ട്, പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ക്രിയാഗവേഷണമാണ് കൊടുത്തിട്ടുള്ളത്. ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ആ പ്രശ്നം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരുടെ പഠനം ശരിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നു. അതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമഗ്രമായിട്ട് ആ വ്യക്തിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വഴിയല്ല, മറിച്ച് എന്താണ്, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉപാധിയാണ് ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, പ്രക്ഷേപണ രീതി. ബാക്കിയെല്ലാം തന്നെ എന്താണ്, തെറ്റായിട്ടുള്ള
ജോഡിയാണ്. നിങ്ങൾ ഓരോ തവണയും ഓരോ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQം കൂടെ നിങ്ങൾ അനലൈസ് ചെയ്യണം. കാരണം എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാലേ നമുക്കൊരു ഐഡിയ വരുള്ളൂ. അതിനോടൊപ്പം തന്നെ ബാക്കി ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതുവിന്റെ പ്രയാസം ബോധ്യപ്പെട്ട ശാരദ ടീച്ചർ വർക്ക്ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ടീച്ചർ നൽകിയ കൈത്താങ് താഴെ കൊടുത്തതിൽ ഏത് വിലയിരുത്തലുമായി ബന്ധപ്പെടുന്നു? ക്ലാസ്സിൽ എന്താണ് ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഗീതുവിന് എന്താണ് കുട്ടിക്ക് ശരിയായ രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് ആര് മനസ്സിലാക്കുന്നു? ശാരദ ടീച്ചർ മനസ്സിലാക്കുന്നു. അങ്ങനെ കുട്ടിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ടീച്ചർ എന്ത് ചെയ്യുന്നു? അവൾക്ക് കുറച്ച് വർക്ക് ഷീറ്റുകളും മോഡൽസും നൽകുന്നു. അതൊക്കെ കണ്ടപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ ചെയ്യാമല്ലേ എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഐഡിയ വരുന്നു. മൂപ്പർ എന്ത് ചെയ്യുന്നു? വളരെ എളുപ്പത്തിൽ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ് ശാരദ ടീച്ചർ നടത്തിയത്? പഠനത്തെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ. ഉത്തരം ഏതാണ് വരുന്നത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. 3 തരത്തിലുള്ള അസസ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ കുട്ടിയുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ആര് ചെയ്തത്? ശാരദ ടീച്ചർ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൾക്ക് എന്ത് കൊടുത്തത്? വർക്ക്ഷീറ്റുകളും മോഡൽസും നൽകിയത്. അത് കണ്ടപ്പോൾ കുട്ടിക്ക് എന്താണ്? നല്ല രീതിയിൽ അവളുടെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഗീതുവിന് സാധിച്ചു. ഇനി ഇതിനോടൊപ്പം തന്നെ പഠനത്തെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് അസസ്മെന്റ് എന്ന് പറയുന്നതും ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്നുള്ളതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. തെറ്റായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ എ, ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും മൗലികത പ്രകടിപ്പിക്കുന്നു പ്രതിഭാധനർ. ഓപ്ഷൻ ബി, IQ 70-ൽ താഴെ ആയതിനാൽ സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു മാനസിക വെല്ലുവിളി നേരിടുന്നവർ. ഓപ്ഷൻ സി, സമപ്രായക്കാരെക്കാൾ IQ കുറവായിരിക്കും മന്ന പഠിതാക്കൾ. ഓപ്ഷൻ ഡി, ആത്മബോധവും പ്രകടനപരതയും വളരെ കുറഞ്ഞവരായിരിക്കും ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി? അപ്പൊ ഇതില് 3 ജോഡി ശരിയാണ്, 1 ജോഡിയാണ് പാളിപ്പോയത്. നോക്കൂ, ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും മൗലികത പ്രകടിപ്പിക്കുന്നത് അത് ആരുടെ പ്രത്യേകതയാണ്? പ്രതിഭാധനരുടെ പ്രത്യേകതയാണ്. പ്രതിഭാധനർ എന്ന് പറയുമ്പോൾ IQ ലെവല് കൂടുതൽ നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിട്ട് കണക്കാക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹൈ ലെവല് IQ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, IQ 70-ൽ താഴെ ആയതിനാൽ സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇത് ഏത് വിഭാഗക്കാരാണ്? മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ. അപ്പൊ IQ ലെവല് 70-ന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്ന് വിളിക്കുന്നത്. ഇവരെ തന്നെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് പിന്നെയും തരംതിരിച്ചിട്ടുണ്ട്. മൊറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്. അവരുടെ IQ ലെവൽ അനുസരിച്ചാണ് ഈ 3 ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അതും എന്താണ്? ശരിയായിട്ടുള്ള ജോഡിയാണ്. ഇനി സി എന്താണ്? സമപ്രായക്കാരെക്കാൾ IQ കുറവായിരിക്കും മന്ന പഠിതാക്കൾ. മന്ന പഠിതാക്കൾ എന്ന് പറയുമ്പോൾ സ്ലോ ലേണേഴ്സ് ആണ്. സ്ലോ ലേണേഴ്സ് എന്ന് പറയുമ്പോൾ തൻ്റെ കൂട്ടുകാരുടെ അത്രയും സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു വിഭാഗം. അവിടെ IQ ലെവലും അതുപോലെ തന്നെ സ്ലോ ലേണേഴ്സും തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബന്ധം നമുക്ക് കാണാനായിട്ട് പറ്റില്ല. IQ ലെവല് കുറവായതുകൊണ്ടല്ല അവരെന്തായിട്ട് മാറിയിട്ടുള്ളത്? സ്ലോ ലേണർ ആയിട്ട് മാറിയിട്ടുള്ളത്. മന്ന പഠിതാക്കൾക്കും ഒരു ആവറേജ് ലെവലിലുള്ള IQ ഉണ്ടായിരിക്കും. പഠന വൈകല്യമോ വീട്ടിൽ എന്തെങ്കിലും കാരണങ്ങളോ അതല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്താകുന്നത്, ആ കുട്ടി ഒരു സ്ലോ ലേണർ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കുക, അല്ലാതെ IQ കുറവായത് കൊണ്ടല്ല. ആ ഒരു വ്യത്യാസം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്താണ്? സമപ്രായക്കാരെക്കാൾ IQ കുറവായിരിക്കുന്ന ഒരു വിഭാഗമല്ല മന്ന പഠിതാക്കൾ. അതെന്താണ്? തെറ്റായിട്ടുള്ള ജോഡിയാണ്.
ഡി കറക്റ്റ് ആണ്. ആത്മബോധവും പ്രകടനപരതയും വളരെ കുറഞ്ഞവരായിരിക്കും. ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ, അണ്ടർ അച്ചീവർ. അണ്ടർ അച്ചീവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, തണ്ണീർമത്തൻ ദിനങ്ങളിലെ നമ്മുടെ ജെയ്സനെ കുറിച്ച് ആലോചിക്കുക. ജെയ്സന്റെ ആദ്യത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ടീച്ചർ എന്താ വിചാരിക്കാം, ക്ലാസ്സിലെ ടോപ്പ് വൻ തന്നെ അല്ലേ. പക്ഷെ എന്താണ്, ഒരു എക്സാം അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ ടീച്ചർ വിചാരിച്ചു ജെയ്സന് 20-ൽ 20 ഉണ്ടാവുന്നു. പക്ഷെ ജെയ്സന് എത്ര കിട്ടിയത്, 20-ൽ 2 കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ ശേഷി അല്ലെങ്കിൽ കഴിവുകളുള്ള കുട്ടിയായിരിക്കും. പക്ഷെ കുട്ടികൾ എന്താണ്, അവരുടെ മാക്സിമം കഴിവ് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഏതാണ്, ഓപ്ഷൻ സി ആണ്. ഇപ്പോൾ നമ്മൾ എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, പണ്ടത്തെ പോലെയല്ല, കേട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കേഡറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കാരണം പരീക്ഷാഭവൻ അറിയാം, അത്യാവശ്യം കുറേ അധികം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, DLEDും B.Ed ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ടീച്ചേഴ്സ് ആക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പഠിച്ചിറങ്ങുന്നവരിലെ അത്രയും കഴിവുള്ള കുട്ടികൾ മാത്രം എങ്ങോട്ടേക്ക് വന്നാൽ മതി, ടീച്ചിങ് പ്രൊഫഷനിലോട്ട് വന്നാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്തെങ്കിൽ തന്നെയാണ് ഇനി വരാൻ പോകുന്ന കേട്ടറ്റിന് നമുക്ക് നല്ലൊരു മാർക്ക് മേടിച്ച് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ കൃത്യമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. സൈലം ടീച്ചിങ് എക്സാംസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ കോഴ്സിനെ പറ്റി അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് അടുത്ത ഒരു കേട്ടറ്റ് എക്സാം തന്നെ നല്ല മാർക്കോട് കൂടിയിട്ട് സ്കോർ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്